ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളുടെ വീടുകളിൽ ബാക്കി വരുന്ന ഇഡലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മസാലയാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഡലി മസാലയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ടൊരു ചട്ടി അടുപ്പ് ചൂടാൻ വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അത് നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ച് അതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. മസാല ചേർന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരല്പം വെള്ളം ചേർക്കുന്നത്. വെള്ളം വേണ്ടാത്തവർ അത് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഡലി ഇട്ട് കൊടുക്കാം. നമ്മൾ 3 ഇഡലിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഈ ഇഡലിയിലേക്ക് എല്ലാ മസാലയും ഒന്ന് പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡലി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇഡലി മസാല ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി ഒന്ന് നോക്കുക.